ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്. കാര്യം നമ്മൾ അരങ്ങേറ്റത്തിന് വേണ്ടി മൂകാംബികയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി വീടിനോട് ബൈ ബൈ പറഞ്ഞു. നമ്മൾ എവിടെ പോകുമ്പോഴും വീടിനോട് ബൈ ബൈ പറയുമ്പോൾ ഒരു വിഷമാണല്ലേ, നമുക്ക് വീടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണല്ലേ. എനിക്കെപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അമ്മയും ശ്യാമേട്ടനും ഞാനും മക്കളുമാണ് പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിയുടെ നേത്രാവതിക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഇതാ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 4:45 തന്നെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ നമ്മൾ എന്തായാലും ഇറങ്ങണമല്ലോ. പിന്നെ അവിടെ നിന്ന് തിരക്ക് പിടിച്ച് സ്റ്റേഷനിൽ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. നമ്മൾ എവിടെ പോകുമ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. ചാമേട്ടൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ട്രെയിന് വെയിറ്റ് ചെയ്ത് ട്രെയിന് കയറി. ട്രെയിൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡിന്നറിനുള്ള ചപ്പാത്തി ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ എവിടെ പോകുമ്പോഴും ട്രെയിനിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകാറാണ്. മക്കളൊക്കെ ഉള്ളതല്ല, പിന്നെ തൃപ്തിയിൽ നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതാ ഡിന്നറൊക്കെ നേരത്തെ തന്നെ കഴിച്ചു. ഞങ്ങളൊരു 7-8 മണിയുടെ ഉള്ളിൽ തന്നെ ഡിന്നർ കഴിച്ചു. ഞങ്ങളെല്ലാവരും നേരത്തെ കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതാ ശ്യാമേട്ടനാണ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഓരോരുത്തരെ ബെഡിലേക്ക് കിടത്തിയിരിക്കുന്നു. ഇതാ ഞങ്ങളവിടെ ബൈന്ദൂര് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ബൈന്ദൂര് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മളെ പപ്പു പറഞ്ഞ ടാസ്കി വിളിച്ചിട്ടാണ് നമ്മൾ മൂകാംബിക അമ്പലത്തിലോട്ട് പോയത്. നമ്മൾ ഇതാ അവിടേക്ക് പോയി ഒരു അടിക ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇതാ അടിക. അപ്പോൾ അത് നമ്മൾ അവിടെ ട്രെയിന് 2:30-ക്ക് എത്തി. ഇവിടുന്ന് 6 മണിക്ക് കയറി, കോഴിക്കോട് നിന്ന് 6 മണിക്ക് കയറി 2:30-ക്ക് എത്തി ട്രെയിന്. അപ്പോൾ നമ്മൾ റൂം എടുത്തത് രാവിലെ കുളിച്ച് ഫ്രഷായി ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ഇതാ ശ്യാമേട്ടനൊക്കെ സുന്ദര കുട്ടപ്പന. ഇതാ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂം. ഇതാ അവിടെ പോലീസ് സ്റ്റേഷന് നേരെ മുമ്പിലാണിതാ. അവിടെ കൊല്ലൂർ പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് നമ്മൾ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് തൊഴാൻ പോകാനൊക്കെ വളരെ ഈസി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഞാനും അമ്മയും മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചു. ദേവിക്ക് അവിടെ നടയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പൂവും വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അമ്മ പറഞ്ഞു ഇന്ന് അരങ്ങേറ്റല്ലേ, അപ്പോൾ നമ്മൾ പൂവും വാങ്ങി പോകാം. എന്താണെന്നറിയില്ല, ഒരുപാട് നാളായി നമ്മൾ സ്വപ്നം കണ്ട ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു ദിവസം അല്ലെ അരങ്ങേറ്റത്. എന്നെപ്പോലെ എന്താ പറയുക, ഈ ഒരു ഏജിൽ ഡാൻസ് പഠിച്ച് അരങ്ങേറ്റം നടന്നവരുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികളെക്കാളും നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ഒരുപാട് പല പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ ഈ ഡാൻസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിതാ വലിയ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂകാംബിക അമ്മയുടെ മുമ്പിൽ നമ്മൾ അരങ്ങേറ്റം നടത്താൻ പോവുകയാണെന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യമാണ്. നമ്മൾ ശ്യാമേട്ടനാണ് മെയിനായിട്ട് ഞാൻ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പോയി പഠിച്ചോ. ശ്യാമേട്ടന് ഇഷ്ടമാണ്, കാരണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ എപ്പോഴും നല്ല എക്സസൈസും നല്ല സന്തോഷവും കിട്ടുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും പോയി പഠിച്ചോന്നാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനമ്മമാരെ, എൻ്റെ മക്കൾ, നമ്മളിതാ പുതിയ വീടെടുത്തതിന് ശേഷം ഞാൻ ഡാൻസ് ക്ലാസ് വൈകിട്ടാണ് ചിലപ്പോൾ ലേറ്റായിട്ട് വരാറുണ്ട്. ശ്യാമേട്ടൻ കൊണ്ടുവരാനും ഒക്കെ കൂടെ നിന്നിട്ടുണ്ട്. കണ്ണനും എപ്പോഴെങ്കിലും വന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ മക്കൾ പറയും അമ്മ പോയി പ്രാക്ടീസ് ചെയ്തോളൂ, ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന് പറഞ്ഞ് കുഞ്ഞു മക്കൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അരങ്ങേറ്റം വരെ എത്താൻ വേണ്ടി പറ്റിയത്. മാത്രമല്ല അവിടെ നിന്ന സമയത്ത് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവാണ്. അത് നമുക്ക് കാണാൻ പറ്റി. തൊട്ടടുത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അവർ നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച്, നല്ല പട്ടുസാരിയൊക്കെ ഉടുപ്പിച്ച് അമ്മ തേരിൽ എഴുന്നള്ളത് നമുക്ക് തൊട്ട് മുമ്പ് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. നമ്മളെല്ലാ തവണയും മൂകാംബികയിൽ പോകുന്നത് പോലെ ഈ ഒരു അരങ്ങേറ്റത്തിന് പോയ സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കൂടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏജിൽ നമുക്ക് ഡാൻസൊക്കെ പഠിച്ച് അരങ്ങേറ്റം നടത്താൻ കഴിയുള്ളൂ. അത് നമ്മുടെ ഫാമിലിക്ക് തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡിനും മക്കൾക്കും ഒക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ മേക്കപ്പ് റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്യാണ്. അവിടെ സുബിയേട്ടനാണ് മിസ്സിൻ്റെ സിസ്റ്റർ, ഹസ്ബൻഡ് സുബിയേട്ടനും മിസ്സിൻ്റെ സിസ്റ്റർ
വിപിനേച്ചിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അതായത് ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഇവർ രണ്ടുപേരും. ഹെയർ സ്റ്റൈൽ ഇതാ നമ്മുടെ പുതിയാപ്പയിലെ രജനീഷ് ബ്രോയാണിത്. നേരത്തെ എന്നെ അറിയാമെന്ന്, ഞാൻ ഇന്നാണ് പക്ഷേ ആളെ കാണുന്നത്. അത് കഴിഞ്ഞതാ ഞാൻ അമ്മേനെ കൊണ്ട് കാലിൽ ചിലങ്ക കെട്ടിക്കുകയാണ്. അമ്മേനെ കൊണ്ട്, ശ്യാമേട്ടനെ കൊണ്ട്, മക്കളെ കൊണ്ടൊക്കെ. കാരണം ഇവരെല്ലാവരും നമ്മളെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അച്ഛനും സാനും ഒക്കെ അവിടെ തിക്കുടിയിൽ തറവാട്ടിൽ പൊങ്കാല ആയതുകൊണ്ട് വരാൻ പറ്റിയതാണ്. ഈ സാറിനും മിസ്സിനുമാണ് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്. കാരണം ഇവർ നമ്മളെ കൂടെ അങ്ങനെ നിന്നതുകൊണ്ട്. കാരണം എനിക്ക് കാല് വേദനയായിട്ട് ഞാൻ നിർത്തിയെടുത്തുനിന്ന് വരണം, എന്തായാലും അരങ്ങേറ്റം വരെ എങ്ങനെയെങ്കിലും വരണം, വേദനയുള്ള കാലുകൊണ്ട് അമർത്തി ചവിട്ടാതെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത 2 ഗുരുക്കന്മാരാണ് വബിന മിസ്സും ഹരീഷ് സാർ. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട്സ് കൂടെ നിന്ന് ഒരുമിച്ച് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും. ഡാൻസിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.